ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആർക്കും അറിഞ്ഞുകൂടാത്ത റെസിപ്പിയാണ് ഇത്. എൻ്റെ മാമിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. നമുക്ക് 2 ബീട്രൂട്ടാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇടത്തരം സൈസിലുള്ള ബീട്രൂട്ട് ഇതേ കണക്ക് നീളത്തിൽ നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല. അപ്പോൾ ബീട്രൂട്ട് 2 എണ്ണം മീഡിയം സൈസിലുള്ള എടുത്ത് ഇതേ കണക്ക് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിലെ വിഷാംശമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 5 വറ്റൽമുളകും 5 കാശ്മീരി മുളകും കൂടെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. മൊത്തം 10 മുളകുണ്ട്. ഇത് നമുക്കൊരു മീഡിയം പരുവത്തിലുള്ള ഒരു എരിയായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളകും കൂടെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ചെറു തീയിൽ വെച്ച് തന്നെ നമ്മൾ ആ വറ്റൽമുളകൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്കൊരു 10 കൊച്ചുള്ളി, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഒരു 2 കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ക്രമീകരിക്കുക കേട്ടോ. ചിലർക്ക് പുളി കൂടുതൽ വേണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതീയിലിട്ട് 2 മിനിറ്റ് അതും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഒരു ഗോൾഡൻ കളറാവുന്ന പരുവം മതി. എന്നിട്ട് നമുക്ക് അതും കൂടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ബീട്രൂട്ടിൻ്റെ മുകളിലിരിക്കുന്ന വെള്ളാംശമൊക്കെ ഒന്ന് മാറണം, അതാണ് ഉദ്ദേശം. അപ്പോൾ അത് മാറുന്നവരെ ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബീട്രൂട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിലെ വെള്ളമെല്ലാം മാറി അപ്പുറം ഭാഗം കൊണ്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റാണ് നമ്മൾ ഇതിനെടുത്തത്. അത് മാത്രമേ ഉള്ളൂ ഒരു സമയം എടുക്കുന്നത്. ബാക്കിയെല്ലാം ഒരു 2 മിനിറ്റ് വെച്ച് നമ്മൾ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ബീട്രൂട്ടും പ്ലേറ്റിലോട്ടും മാറ്റി കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി തേങ്ങ ചിരിയതാണ്. നല്ല ഫ്രഷ് തേങ്ങയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതും ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ തേങ്ങയിലെ വെള്ളാംശമൊക്കെ ഒന്ന് മാറാനാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയുടെ വെള്ളാംശമെല്ലാം മാറി ഈ ഒരു പരുവം മതി. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയെടുത്ത സാധനങ്ങളൊന്നും കൂടെ പറയാം. 10 വറ്റൽമുളക്, 10 കൊച്ചുള്ളി, 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി, 2 മീഡിയം സൈസ് ബീട്രൂട്ട്, 1/2 മുറി തേങ്ങ. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം. നല്ല ഉണങ്ങിയ മിക്സി ജാറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വറ്റൽമുളകും ഉപ്പും കൂടെ ചേർത്ത് ആദ്യം പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് അരയ്ക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് ബീട്രൂട്ട് ഇട്ട് അരയ്ക്കണം. പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കണം കേട്ടോ. അങ്ങനെ ബാച്ചായിട്ട് ഇട്ട് അരയ്ക്കണം. ഇല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അരയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ നല്ല ഫൈനായിട്ട് നമ്മുടെ ചമ്മന്തിയെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.